ബഹുമാന്യരായ ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, തൃക്കൈക്കാട്ടെ സ്വാമിയാർ മഠത്തിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം അവതരിപ്പിക്കുന്ന ഭാഗവത പാരായണ പരിപാടിയാണ് തുടങ്ങുന്നത്. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ശ്രീ പരമേശ്വർജി അവർ ഇന്ന് അല്പനേരത്തിന് ശേഷം ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ഈ ഒരു പരിപാടി തുടങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭാഗവത പാരായണത്തിന് എത്തിയിരിക്കുന്ന കുട്ടികളെയും ഇത് ശ്രവിക്കാനും ആസ്വദിക്കാനും എത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നത് സാർ എത്തിക്കഴിഞ്ഞു. പരമേശ്വര സാറ് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നത് തീർത്ഥായ രമാകാന്ത് എന്ന കുട്ടിയും ഏകശ്ലോകി ഭാഗവതവും ജ്ഞാനംബാനയും പാരായണം ചെയ്യുന്ന രാജേശ്വരിയുമാണ്. അപ്പം ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ ആദരണീയനായ പരമേശ്വര സാറിനെ ക്ഷണിക്കുന്നു. സാറിന്റെ നല്ലൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയായിരുന്നു. ഞാൻ ഓടിക്കതച്ച് വന്നതാ. പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ നിന്ന് ഓടി വന്നതാണ്. എന്തായാലും ഇന്ന് നമ്മുടെ സ്വാമിയാർ മഠത്തിലെ കുട്ടികൾ മണ്ഡലക്കാരിലത്തെ വ്രതമായിട്ട് ചെയ്യുന്ന ഈ ഭാഗവത മാഹാത്മ്യ സമ്പൂർണ്ണ ഭാഗവത മാഹാത്മ്യ പാരായണം അത് വലിയ ഒരു കാര്യം തന്നെ. ഇന്ന് ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുക ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇതെങ്ങനെ പറ്റുന്നു. അപ്പോ ഞാൻ പറഞ്ഞ മറുപടി, കുഞ്ഞുങ്ങൾക്കാണ് ഇത് ഏറ്റവും നന്നായിട്ട് പറ്റുക. നമ്മൾ ഈ വയസ്സാം കാലത്ത് പോയിട്ട് അക്ഷരം കാണാതെ കണ്ണാടിയും വെച്ചെല്ലാം തപ്പിപ്പിടിച്ച് നോക്കുന്നതിനെക്കാട്ടിലും കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നു. മാത്രമല്ല അവര് നിഷ്കളങ്കരാണ്. അവരുടെ ഉള്ളിൽ ഭക്തി വേഗമുണ്ടാകും. ഭഗവാൻ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള കാലുഷ്യങ്ങളും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പൊ എവിടെയാണ് ഭഗവാൻ കൂടുതൽ അനുഗ്രഹിക്കുക? കുഞ്ഞുങ്ങളെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. നമ്മുടെ മഠത്തിലെ കുട്ടികളാണെങ്കിൽ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഒരു കാര്യം പേര് തരാൻ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവർ പേര് തരും. എല്ലാവരും റെഡിയാണ്. എല്ലാവരും ക്ലാസ്സിന് 6 മണി മുതലുള്ള ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മഹാഭാഗ്യമാണ്. ഡോക്ടർ ഗോപാലൻ സാറെ, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അപ്പോ എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നന്നായിട്ട് മുന്നോട്ട് വരണം. ഇന്നത്തെ നമ്മുടെ തീർത്ഥായ ശ്രമാകാന്തിന്റെ പാരായണവും പ്രഭാഷണവും നമുക്ക് കേൾക്കാം. അധ്യായം 2 49-ാമത്തെ ശ്ലോകം മുതൽ 60-ാമത്തെ ശ്ലോകം വരെയാണ് തീർത്ഥ പാരായണം ചെയ്യുന്നതും ചെറിയ രീതിയിൽ പ്രഭാഷണം ചെയ്യുന്നതും. അതിനുശേഷം രാജേശ്വരി ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപാനയും പാരായണം ചെയ്യുന്നതാണ്. 2 കുഞ്ഞുങ്ങളെയും ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് തീർത്ഥയെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഗോപാലകൃഷ്ണൻ സാറിന് എൻ്റെ പ്രത്യേക നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം കൃഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം പിശചേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മൽസ്വരാണാം സദാ
വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേഘം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരബ്രഹ്മ പാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയകിമാ പുരോ വിഭു നിർമായശേതേ യതമൂഷു പൂരുഷഃ. ദുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. ഇനി ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 2-ാം അധ്യായത്തിലുള്ള 49 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളും അതിന്റെ സാരവുമാണ്. ശ്രീമദ് ഭാഗവതം മാഹാത്മ്യത്തിലെ യേശാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലൗ ഹരേ പുരാ ഭൂമൗ നിപതിതൗ സദ്യോ യത്കൃപാദഃ പുരം ഗതൗ. അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാപരൈഃ. അശരീരഗിരോക്തം യത്തത് കിം സാധനമച്യുതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു നിവസ്തരം. ഭക്തിജ്ഞാന വിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണേഷു പ്രേമപൂർവം പ്രയത്നതഃ. കുമാര ഊജുഃ മാ ചിന്താം കുരു ദേവർഷി ഹർഷം ചിത്തേ സമാവഹ. ഉപായ സുഖസാധ്യോത്ര വർത്തത്തെ പൂർവ ഏവ ഹി. അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണിഃ സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീര്യോഗ്യഭാസ്കരഃ. ത്വയി ചിത്രം ന മന്തവ്യം ഭക്തേർത്ഥമനുവർത്തിനി ഘടതേ കൃഷ്ണദാസ്യസ്യ ഭക്തേ സ്ഥാപനതാ സദാ. ഋഷിഭിർബഹവോ ലോകേ പന്ഥാന പ്രകടീകൃതാഃ സമസാധ്യാശ്ച തേ സർവേ
പ്രായസ്വർഗഫലപ്രദാഃ വൈകുണ്ഠസാധകപന്ഥ സദുഗോപ്യോ ഹി വർത്തതേ തസ്യോപതേഷ്ടാ പുരുഷ പ്രായോ ഭാഗ്യേന ലഭ്യതേ തത്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാ തു യത്പുരാ തദുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്രപ്രസന്നദീഃ ദ്രവ്യയജ്ഞാസ്തപോ യജ്ഞാം യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച തേ ദുഃകർമ്മ വിസൂചകാഃ സത്കർമ്മസൂചകോ നൂനം ജ്ഞാനയജ്ഞസ്മൃതോ ബുധൈഃ ശ്രീമദ്ഭാഗവതാലാപ സതു ഗീതശുകാദിഭിഃ. നാരദർ തുടർന്നു, പണ്ട് നിങ്ങളുടെ ശാപം നിമിത്തം ഹരിയുടെ 2 ദ്വാരപാലകന്മാർ ജയവിജയന്മാർ ഭൂമിയിൽ ജനനമെടുക്കേണ്ടി വന്നു. നിങ്ങളുടെ തന്നെ കാരുണ്യത്താൽ ഹരി 3 ജന്മം കൊണ്ട് അവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു. ആശ്ചര്യം, എന്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളുടെ ദർശനം ഇവിടെ എനിക്ക് ലഭിക്കാൻ ഇടയായത്. ദയാപരന്മാരായ നിങ്ങൾ ദുഃഖിതനായ എന്നെ അനുഗ്രഹിക്കണമേ. അശരീരി വാക്കിൽ നിന്നു കേട്ടതായ ആ സത്കർമ്മം എന്താണെന്നും അതിനെ ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വിസ്തരിച്ച് അരുൾ ചെയ്യണം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ 3 പേർക്കും എങ്ങനെ സുഖം ലഭിക്കും? ബ്രാഹ്മണർ മുതലായ സർവ്വജനങ്ങളിലും ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളെ ജനിപ്പിക്കാൻ എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങൾക്കുള്ള മാർഗം എനിക്ക് ഉപദേശിക്കണം. അപ്പോൾ കുമാരന്മാർ പറഞ്ഞു, ഹേ ദേവർഷേ, ചിന്ത മതിയാക്കൂ, മനസ്സിൽ സന്തോഷം നിറയ്ക്കൂ. ഉപായം സുഖസാധ്യമാണ്. അത് ഇവിടെ നേരത്തെ തന്നെ ഉണ്ട്. ഹേ നാരദ, അങ്ങ് ധന്യനാകുന്നു. വൈരാഗ്യം സിദ്ധിച്ച അങ്ങ് ഈ പ്രപഞ്ചത്തിന് ഒരാഭരണമാണ്. ശ്രീകൃഷ്ണദാസന്മാരിൽ ഒന്നാമനാണ്. ഭക്തിയോഗത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ്. ആശ്ചര്യം, ഭക്തിക്കു വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ചിന്തിക്കേണ്ടതില്ല. ശ്രീകൃഷ്ണദാസനായ അങ്ങ് ഭക്തിയെ ഉറപ്പിക്കാൻ എപ്പോഴും യോഗ്യനാണ്. ലോകത്തിൽ ഋഷിമാർ സ്വർഗം ലഭിക്കാനുള്ള അനേകം സാധനാ മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അവയെല്ലാം നല്ല ശ്രമം കൊണ്ടേ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ദ്രവ്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതായ ഹോമങ്ങൾ, യജ്ഞങ്ങൾ, അഗ്നിഹോത്രാദികൾ ഇവയെല്ലാം ഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട്. ചാന്ദ്രായണം തപസ്സിന്റെ രൂപത്തിലുള്ള യജ്ഞങ്ങൾ, ചിത്തവൃത്തി നിരോധിച്ചുകൊണ്ടുള്ള യോഗമാർഗങ്ങൾ, സ്വാധ്യായം, വേദപഠനം, ധ്യാനം, സമാധി, ആത്മവിചാരം ചെയ്തു സാധിക്കേണ്ടുന്ന ജ്ഞാനയജ്ഞങ്ങൾ എന്നിങ്ങനെ പല വഴികൾ ഋഷിമാർ തന്നിട്ടുണ്ട്. ഇവ സ്വർഗസുഖങ്ങളെ ലഭിക്കും, പക്ഷേ മോക്ഷം ലഭിക്കില്ല. നമ്മുടെ ലക്ഷ്യം മോക്ഷമെന്ന വൈകുണ്ഠ പ്രാപ്തിയാണ്. അതിനുള്ള വഴിയാണ് ഭക്തി. വൈകുണ്ഠ പ്രാപ്തിക്കുള്ള മാർഗം വളരെ ഗോപ്യമായാണ് നിലനിൽക്കുന്നത്. ആ മാർഗം ഉപദേശിക്കാൻ കഴിവുള്ള ജ്ഞാനികൾ ലോകത്തിലുണ്ട്. പക്ഷേ അവരെ മിക്കവാറും ഭാഗ്യം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ജന്മാന്തരമായി സമ്പാദിച്ചു വെച്ചിട്ടുള്ള പുണ്യമുണ്ടെങ്കിലേ അത്തരം പുണ്യപുരുഷന്മാരെ കണ്ടു കിട്ടുകയുള്ളൂ. അശരീരിയിലൂടെ നേരത്തെ തന്നെ അങ്ങയോട് നിർദ്ദേശിക്കപ്പെട്ട ആ സത്കർമ്മം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് മനസ്സുറപ്പിച്ച് തെളിഞ്ഞ ബുദ്ധിയോടെ കേൾക്കുക. ദ്രവ്യങ്ങൾ, അതായത് നെയ്യ്, അഗ്നി, വിറക് കൊണ്ട് ചെയ്യേണ്ട ഹോമങ്ങൾ ധാരാളമുണ്ട്. തപസ്സും യജ്ഞമാണ്. അതിന് ഏകാന്തമായ ഒരു സ്ഥലം വേണം. ഭക്ഷണം നിയന്ത്രിക്കണം. തപോനിഷ്ഠകൾ ചെയ്യണം. യോഗ സമാധിക്കായി അശാന്ത യോഗങ്ങൾ അനുഷ്ഠിക്കുന്നതും യജ്ഞം തന്നെയാണ്. ഇത് ക്ഷിപ്രസാധ്യമല്ല. ഗുരുവിന്റെ ഉപദേശത്തോടെ വേദ പഠനത്തിലൂടെ അധ്യാത്മജ്ഞാനം നേടാനുള്ള യജ്ഞങ്ങൾ ചിലർ ചെയ്യുന്നുണ്ട്.
ഈ ജ്ഞാനയജ്ഞങ്ങൾ കർമ്മത്തിന്റെ വിശിഷ്ടതയെ പറയുന്നു. മുൻപ് പറഞ്ഞ യജ്ഞങ്ങളെക്കാൾ വിശിഷ്ടമായ സത്കർമ്മം ജ്ഞാനയജ്ഞം തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശുഗാദികളാൽ ഗാനം ചെയ്യപ്പെട്ട ശ്രീമദ് ഭാഗവത ആലാപനമാണ് നാരദർ ചെയ്യേണ്ടതായ സത്കർമ്മം. അതിലൂടെ മാത്രമേ ഭക്തി ഉറച്ചിട്ട് ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണരുകയുള്ളൂ. ഇങ്ങനെ ഒരു പ്രഭാഷണം പറയാൻ അവസരം നൽകിയ സമയമഠത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും പരമേശ്വരൻ സാറിനോടും എന്റെ നന്ദി പറയുന്നു. സൈറ. സാറ് മ്യൂട്ടാണ്. സാറ് മ്യൂട്ടാ സാറേ. മോളുകുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ, വളരെ നന്നായിരുന്നു. പിന്നെ കുറച്ച് പ്രാക്ടീസ് കുറവ്, അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം ശ്ലോകത്തിൽ 2 ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. 2 സ്ഥലത്ത് അക്ഷരങ്ങൾ തെറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനോട് പറയണ്ടേ, അപ്പോഴേ എല്ലാവർക്കും ആ മിസ്റ്റേക്ക് വരാതെ ഇത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ബാക്കി പ്രഭാഷണമൊക്കെ വളരെ നന്നായിരുന്നു, മിടുക്കിയായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് രാജേശ്വരിയുടെ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വക്തനം മായാഭൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദാരണം കംസച്ഛേദന കൗരവാദി ഹനനം കുന്തി സുധാപാലനം ഹേതദ്ഭാഗവതം പുരാണ കഥിതം ശ്രീകൃഷ്ണ ലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണച്ചൈക സന്തതം തിരുനാമങ്ങൾ നാവിൽമയപ്പോഴും പിരിയാതെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും പിന്നെ നേരം എന്നേതും അറിഞ്ഞില്ല. കണ്ണു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കണ്ടെത്തണേ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളികന്നുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നാരി ചത്തു നാരനായി പിറക്കുന്നു, നാരി ചത്തോടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന കൃപൻ ചത്തു കൃമയാ പിറക്കുന്നു. ഈറ്റ ചത്തോരു പൂച്ചയായിരുന്നു. ഈശ്വരനേറെ വിലാസങ്ങളിങ്ങനെ കീഴ്മകളിങ്ങനെ മണ്ടുന്ന ജീവമാൻ. ഭൂമി എത്ര നീളുന്നു കർമ്മങ്ങൾ, കർമ്മങ്ങൾക്കു വില നിലമാകിയ ജന്മദേശമീ ഭൂമി അറിയാനും.
കർമ്മനാശ വരുത്തണമെങ്കിലും ചെമ്മെ മറ്റുങ്ങും സതിയാകർണയം ഭക്തന്മാർക്കും ജനങ്ങൾക്കും സക്തരായ വിഷീയ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ യുഗം നാലിയോ നല്ലു കലിയുഗം സുഗമൻ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമാനിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയ സത്യമേതുമില്ല യജ്ഞമറിഞ്ഞാലും അർത്ഥമെത്രേ വളയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം ചത്തുപോം നേര വസ്ത്രം അതുപോലും ഒത്തിട കൊണ്ടുപോവാൻ വൃത്തക്കും കൂണ്ടിയില്ല പിറക്കുന്ന നേരത്തും കൂടിയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതിനും നാം വൃത ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും കത്തിപ്പുണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോടെ ഭീമണ്ണം ശ്രദ്ധയോടെ വസിക്കണം ഇവരും ഏതു ദിക്കിലും തന്നോടെ നാവ് കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ദിനം ചെവി കൊണ്ടിതു കേട്ടിവെന്നാകിലും ജന്മസാഫല്യം എപ്പോൾ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടി എന്നല്ലോ ആമോദം കൊണ്ടു ചൊല്ലുവിന്നാം ആനന്ദം കൊണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഈ മണ്ഡലകാലത്തിൽ നാം ജപിക്കാൻ അവസരം തന്ന പരമേശ്വര സാറിനോടും സമയമെടുത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും നന്ദി അറിയിക്കുന്നു. നമസ്തേ സര. അപ്പോ നന്നായിട്ട് മലയാളം വായിക്കാൻ പഠിക്കണം കേട്ടോ. ഇങ്ങനൊരു അവസരമൊക്കെ തരുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ നന്നായിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവസരം കിട്ടിക്കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ പുസ്തകം മടക്കി വെച്ചിട്ട് ബാക്കി കളിയായിട്ടിരിക്കരുത്. കളിക്കണം. അതിൻ്റെ കൂടെ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ച് ഈ ജ്ഞാനപ്പാന തെറ്റുകൂടാതെ അമ്മയോട് ചോദിച്ച് വീട്ടിൽ അമ്മ കൂടെ ഇരുന്ന് ചൊല്ലിക്കണം. അങ്ങനെ ചൊല്ലി അക്ഷരങ്ങളൊക്കെ ശരിയായാൽ സ്കൂളിലെ പഠിത്തത്തിനും അത് ഉപകാരം ചെയ്യും കേട്ടോ. മലയാളം നന്നായിട്ട് വായിക്കാൻ പഠിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞെ. ഇപ്പൊ ഉത്സാഹിക്കപ്പെട്ട ഇനിയും ഉത്സാഹിക്കണം എന്നർത്ഥം. ശരി, സായിറാം. മുച്ചേട്ടാ. സായിറാം. കുഞ്ഞുങ്ങളെ ഇങ്ങനെ വഴക്ക് പറയുമ്പോ എനിക്ക് വിഷമം. ആ ഗുരുവിന്റെ അതുല്യമായ ശിഷ്യരോടുള്ള ആ പ്രേമം എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടണമെന്ന് മാത്രമേ പരമേശ്വരന് ആഗ്രഹമുള്ളൂ. സമ്മതിക്കണം ഗുരുനാഥ എന്നേ പറയേണ്ടു. ഈ നിരവധി ജന്മം എടുത്ത ശേഷമാണ് അപൂർവമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അത് തന്നെ പ്രധാന ഉദ്ദേശം സത്യ സാക്ഷാത്കാരം. അതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ. അത് പെട്ടെന്ന് സാധ്യമാകുന്ന സംഗതിയല്ല. നമ്മുടെ കരചരണാദികള്, അർച്ചന, പ്രദക്ഷിണം, ഭഗവത് കഥാശ്രവണം, തിരുനാമജപം, ധ്യാനം, ഈശ്വര വിചാരം എന്നിവയെല്ലാം ഒരു മനുഷ്യന് സദാ നിർവഹിക്കത്തക്കവണ്ണമാണ് നമ്മുടെ ശരീരം തന്നെ ഭഗവാൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഭക്തിയാദരപൂർവ്വം ആ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജന്മം വ്യർത്ഥമായി എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഈ കുട്ടികളെ
തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് വിഷമം പിടിച്ച സംഗതി തന്നെയാണ്. എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റുപാടും. എല്ലാവർക്കും ഇതിനുള്ള യോഗം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഏതോ പൂർവജന്മാർജിതമായ പുണ്യം കൊണ്ട് മാത്രമാണ് ഭാഗവതത്തെ ആശ്രയിക്കാനായിട്ട് ഭഗവാൻ അവരെ അനുവദിച്ചത്. കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, പരമേശ്വരന്റെ എത്ര വഴക്ക് കേട്ടാലും ശരി, പരമേശ്വരനെ അനുസരിക്കുകയാണ് വേണ്ടത്. അത് അപൂർവമായിട്ട് കിട്ടുന്ന ശാസനകളൊക്കെയാണ്. അത് നിങ്ങളുടെ ജന്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്നും തോന്നരുത് കേട്ടോ. അവരുടെ രക്ഷകർത്താക്കൾക്കും ചിലപ്പോൾ നീരസം ഉണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറയണം, പക്ഷെ അവർക്കും ഇതൊരു പാഠമാണ്. അവര് കുഞ്ഞുങ്ങളെ ഭാഗവതം പഠിക്കാനും വായിക്കാനും പ്രേരിപ്പിച്ച് അയക്കുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് രക്ഷിതാക്കൾ ഉള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സായിറാം സർ. സായിരാം. തീർത്ഥ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ മോള് പ്രഭാഷണം. സത്യം പറഞ്ഞാല് മുതിർന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള തത്വങ്ങളും കാര്യങ്ങളുമാണ് പരമേശ്വരൻ സാർ വളരെ ലളിതമായിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അത് അവര് വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്. അതിനും അവര് സമ്മതിക്കണം. കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് അത് പറയാന്ന് പറഞ്ഞാൽ, അതിപ്പോ മധുചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എന്തോ എത്രയോ ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഇത്രയും നമുക്ക് പുണ്യം കിട്ടുന്നതും ഇങ്ങനെ ഒരു സത്സംഗത്തില് വന്ന് നമ്മൾ പെടുന്നതും. അപ്പൊ അതൊരു പുണ്യമായിട്ട് കരുതുക. മോള് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. പിന്നെ രാജേശ്വരി സാറ് പറഞ്ഞത് മനസ്സിലായോ മോൾക്ക്? മോള് ഇനിയും നന്നായിട്ട് കുറെ പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ചൊല്ലി ഇനിയും നന്നായിട്ട് ചെല്ലണം കേട്ടോ. ഇനിയും നന്നാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. മോള് മിടുക്കിയാണ്, ഇനിയും നന്നായിട്ട് ചൊല്ലണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നമസ്കാരം സർ. നമസ്കാരം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. നമ്മളെ നന്നായി പറഞ്ഞു കേട്ടോ, നന്നായി വായിച്ചു. 1-2 അതൊക്കെ സാരമില്ല. അപ്പൊ ഞങ്ങളെയൊക്കെ സാറ് വായിക്കാൻ, ഞങ്ങളൊക്കെ ഇനി സാറിന്റെ മുന്നേ എങ്ങനെ വായിക്കുന്നായി ഇപ്പൊ. നമ്മളൊക്കെ വായിക്കാനിരുന്നാല് സാറ് എന്തായിരിക്കും പറയാന്നൊക്കെ. അത് സാരമില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിലേ നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടാൻ. നിങ്ങളും ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്. ഒന്നാലോചിക്കണം, ഗുരു എപ്പോഴും നമ്മളുടെ അജ്ഞാനത്തിനെ മാറ്റുന്ന ആളാണ്. എന്നിട്ട് നമ്മളെ നല്ല വഴിക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോ സാറ് ആ കറക്ഷനൊക്കെ പറഞ്ഞു തരുമ്പോൾ നല്ലപോലെ കേൾക്കുക. പക്ഷെ നല്ല പ്രസന്റേഷൻ, നന്നായിരുന്നു. പ്രഭാഷണം വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. നല്ല തത്വങ്ങളും അതിൻ്റെ ആ അർത്ഥം വളരെ നല്ലതാണ്. നമ്മള് അത് അറിഞ്ഞു വേണം മുന്നോട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. പിന്നെ വായനയും നന്നായിരുന്നു. 1-2 അത് സാരമില്ല. അത് ഇപ്പൊ സാറ് കറക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി അത് വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും നമ്മൾക്ക് വായിക്കും തോറുമാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ വയസ്സായിക്കൂടെ വായിക്കുമ്പോ എനിക്കറിയാം, ഒരു ചാപ്റ്റർ ഒക്കെ വായിക്കുമ്പോ എത്ര പ്രാവശ്യമാണ് വാക്കുകൾ മാറിപ്പോകുന്നതെന്ന്. തിരിച്ച് രണ്ടാമത് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വായിക്കും. അപ്പൊ നിങ്ങൾ കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും തെറ്റുകളൊക്കെ. വളരെ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നത്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. മേൽക്കുമേൽ ഇങ്ങനെ 18,000 ശ്ലോകവും പഠിക്കാൻ നിങ്ങൾക്ക് എന്നും അതേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. 18,000 ശ്ലോകവും സാർ ഇതേപോലെ എല്ലാ കുട്ടികളെയും ചെയ്യിച്ചിട്ട് സ്വാമിയാർ മഠത്തിലെ എല്ലാ കുട്ടികളുടെയും ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് റെക്കോർഡിങ് ഇറക്കണം. അതാണ് ഞാൻ ഇന്നലെ മനസ്സിൽ കണ്ട ആഗ്രഹമാണ്. ഗുരുവായൂരപ്പനോട് പറയുകയും ചെയ്തു. അപ്പോ നിങ്ങളുടെ ഈ ഭാഗവതം ഇപ്പൊ മഹാത്മ്യം ഇത് മുഴുവൻ എല്ലായിടത്തും ഞങ്ങൾ എല്ലാവർക്കും ഇപ്പൊ തന്നെ ഇത് വായിച്ചെല്ലാം ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുട്ടികൾ വായിക്കുമോ? ഞാൻ വയസ്സായവരോടൊക്കെ പറയുന്നുണ്ട്, നോക്കൂ, കേൾക്കൂ. നമ്മളൊക്കെ ചെറുതിൽ ചെയ്യാത്ത കാര്യമാണ് ഇപ്പോ
കുട്ടികൾ ചെയ്യുന്ന വളരെ സന്തോഷം മക്കളെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, മേൽക്കുമേൽ പഠിക്കാന്. കുഞ്ഞുമോൾ അതുപോലെ നന്നായി ചൊല്ലി മലയാളം ഇല്ലേ കുറച്ചുകൂടെ ഒക്കെ ആകാം. നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എന്നും വൈകുന്നേരം വിളക്ക് കൊളുത്തി ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ എന്താകും ഗുണം? ഇതങ്ങ് നിങ്ങൾക്കൊക്കെ വേഗം പഠിച്ചുകൊള്ളും. ഞങ്ങളൊക്കെ പറയാണ്, ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ പുതുതായിട്ട് പഠിക്കാൻ നോക്കുമ്പം ഒന്നും തലേ നിൽക്കുകയില്ല. ബൈഹാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ആ പഠിച്ചതൊക്കെ ഉണ്ടല്ലോ അന്ന്, അതൊക്കെ ഇപ്പോഴും കാണാതെ ഏത് ഉറക്കത്തിലും നമ്മൾ പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അസറ്റാണിത്. പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സാറിന് വളരെ നമസ്കാരം. നമസ്കാരം. ഹരേ കൃഷ്ണ. തീർത്ഥ 51-ാമത്തെ ശ്ലോകമുണ്ട്. 51. അശരീര ഗിരോക്തം യത്തത് കിം സാധനമുച്യതാം. അവിടെയാണ് ഒരു തെറ്റ് സംഭവിച്ചത്. സാധനമച്യുതാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? സാധനമുച്യതാമാണ്. ഉച്യത ഊവാണ്, മൂവാണ് വരുന്നത് ഇവിടെ. സാധനമുച്യതാം കേട്ടോ, ശ്രദ്ധിച്ചോണേ. പിന്നെ 54-ാമത്തെ ശ്ലോകത്തില് സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീർ യോഗഭാസ്കര. യോഗ്യ എന്ന് പറഞ്ഞു കേട്ടോ. രണ്ടും ശ്രദ്ധിച്ചോണം കേട്ടോ മോളെ. യോഗഭാസ്കര, മറ്റത് സാധനമുച്യത കേട്ടോ. നന്നായിട്ട്, ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് ചൊല്ലിയത് വളരെ നന്നായിരുന്നു. പ്രഭാഷണവും വളരെ ഗംഭീരമായി. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ഇപ്പോ മുടങ്ങാതെ ക്ലാസ്സിൽ വന്നോ. ഓക്കെ, ശരി. സായിറാം. പിടിക്ക് കുട്ടിയാണ്. ഓക്കെ. വിശാലമാമി. ഞാൻ കേട്ടില്ല, എല്ലാവരും പറയുന്നതെല്ലാം കേട്ടിരുന്നു. വളരെ നന്നായിരുന്നു സാറേ. രണ്ടുപേരും നല്ലോണം. പിന്നെ കുട്ടികൾ ഇത്രയെല്ലാം അവര് പറയുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. പിന്നെ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ശരിയാണ് സാറ് പറയുന്നത്. തെറ്റ് പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും. അത് പറഞ്ഞു കൊടുത്തത് വളരെ സന്തോഷമാണ്. കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും നല്ലോണം പറയും. മറ്റേ ജ്ഞാനപ്പാന ചൊല്ലി കുട്ടിയും നല്ലോണം പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു. രണ്ടുപേരും നല്ലൊരു ഭാവിയുണ്ട്. രണ്ടുപേരും നന്നായി പഠിച്ചാൽ മതി. ഓക്കെ സാർ, വളരെ സന്തോഷം. നമസ്കാരം. സായിറാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുക. എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല. പിന്നെ വലിയ കുട്ടികള്, ചെറിയ കുട്ടികള്, തീരെ കുഞ്ഞു കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും പങ്കെടുപ്പിക്കുക, എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണ് നമ്മുടെ ഈശ്വരാനുഗ്രഹം. ഭഗവാൻ അനുഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പോഴാണ്. അപ്പൊ തീർത്ഥക്കുട്ടിയുടെ സന്തോഷം, അതേമാതിരി രാജേശ്വരിയുടെ സന്തോഷം, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഈശ്വരാനുഗ്രഹം. ഓക്കെ. സാറ് നമസ്കാരം. സാറ് പറയുന്നതിൽ 100% ശരിയാണ്. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഇതിലത്തെ പ്രധാനമായിട്ട്. എല്ലാവരും വരുന്നുണ്ടല്ലോ. പേര് തരാൻ കുട്ടികൾ ഇത്രയും പറയുന്നുണ്ടല്ലോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ല, അത്രയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പൊ കുറച്ച് ചിലർക്ക് 8 വയസ്സിൽ ഇടാൻ പറ്റുള്ളൂ, ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരെയും പങ്കെടുപ്പിക്കും. എല്ലാവരെയും നമ്മൾ എല്ലാവരെയും പങ്കെടുപ്പിക്കണം. പിന്നെ കുട്ടികൾ ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ്. എല്ലാവരും വരുന്നുണ്ടല്ലോ. വലിയൊരു ഭാഗ്യമല്ലേ ഇത്രയും കുഞ്ഞുങ്ങള്. അവരുടെ അച്ഛനമ്മമാർക്കും എന്തൊരു സന്തോഷമാണ്. അവരെത്ര ബുദ്ധിമുട്ടുന്നു ഇതിനു വേണ്ടിയിട്ട്. കുഞ്ഞുങ്ങളെ തനിയെ മൊബൈലൊക്കെ കൊടുത്തിരുത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ കൂടെ വരുന്ന ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നില്ലേ. വലിയൊരു ഭാഗ്യം. നമ്മുടെ മഠത്തിന്റെ മണ്ണിന്റെ എന്താ പറയാ, അതിന്റെ ശക്തി അതാണ്. ഒരു പ്രാവശ്യം അതിനകത്ത് ഭൂമിയിൽ വന്നാൽ അയാൾ ഉടനെ പരിവർത്തനത്തിന് വിധേയമാവുക ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ. പലരും അമ്പലത്തിൽ തൊഴാൻ വന്നിട്ട് ഇതിലേക്ക് വന്നവരാ. അപ്പൊ ആ ഒരു വലിയൊരു മഹാഭാഗ്യം നമുക്കും കൂടെ കിട്ടുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു വൈബ്രേഷൻ നമുക്കും കൂടെ വരുമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ മഹാത്മൊക്കെ പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുമോ എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. അതായാലും ഇതിനു വേണ്ടി സാറിന്റെ ആ പുസ്തകവും ഒക്കെ നോക്കി 3-4 മാസമായി കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടി. അത്രയും അവരും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അത്രയും നാള്
ഓരോ കുഞ്ഞിനെയും പഠിപ്പിക്കാൻ അവർ ഓരോരുത്തരും തയ്യാറായി അത്രയും സമയം ബുദ്ധിമുട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അച്ഛനമ്മമാരെ ഒരുപാട് നമസ്കാരം അവർക്കുണ്ട്. അത്രയും നല്ല രീതിയിൽ അവരിത് കൈകാര്യം ചെയ്യും. എന്തായാലും ഇനിയും നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. ധാരാളം കുട്ടികൾ ഇനിയും പങ്കെടുക്കാനുണ്ട്. ഡിസംബർ 27 വരെയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഇനി നാളത്തെ പ്രോഗ്രാം, നാളെ ശ്ലോകം 2-ാം അധ്യായത്തിലെ ശ്ലോകം 61 മുതൽ, നാളെ 61 മുതൽ കുറച്ച് കൂടുതലുണ്ട്, 76 വരെ, 61 മുതൽ 76, 15 ശ്ലോകം ഉണ്ട് നാളെ ചൊല്ലുന്നത് ആരാധ്യ സന്തോഷ് ആണ്. ആരുഷി സന്തോഷ്, ആരാധ്യയുടെ അനിയത്തി, ഏക ശ്ലോകഭാഗത്തും ജ്ഞാനപ്പാനെയും അവതരിപ്പിക്കും. അതും ഒരു വലിയൊരു കാര്യമാണ്. ഒത്തിരി വീടുകളിൽ 2 കുട്ടികളുണ്ടാവും, ചേച്ചിയും അനിയത്തി, അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിയും, അല്ലെങ്കിൽ ചേച്ചിയും അനിയനും, ഇങ്ങനെ. അപ്പൊ എല്ലാവരും അവരൊക്കെ അതിനകത്ത് ആരും മടി വിചാരിക്കുന്നില്ല. ചേച്ചി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ അനിയത്തി വരും. അമ്മ പറയും സാറേ കുഞ്ഞുകുട്ടിയും കൂടെ ചേർത്തവണ എന്ന് പറയും. വളരെ സന്തോഷമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര LKG അല്ല അതിന് താഴെയുള്ളതാണെങ്കിലും ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. നമുക്ക് കുട്ടികളെ കിട്ടിയാൽ മതി. അങ്ങനെ ഒരു നല്ലൊരു സമൂഹം വരട്ടെ നമ്മുടെ ഇടയിൽ. സായിറാം. എല്ലാവർക്കും സായിറാം. നാളെ നേരത്തെ എല്ലാവരും വരിക. മാക്സിമം എല്ലാവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇപ്പൊ സാമാന്യ ഒരു 50-60 പേര് കഷ്ടി ഉണ്ട്. അത് പോരാ, നമുക്കൊരു 80 പേരെങ്കിലും നമുക്ക് ലൈനിൽ കേൾക്കണം കുഞ്ഞുങ്ങളുടെ പരിപാടി. എല്ലാവരും കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട്. എല്ലാവർക്കും സായിറാം. നാളെ വീണ്ടും നമുക്ക് കാണാം. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സായിറാം. സാർ. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം.